അപ്പോൾ ലോകകപ്പ് ഇങ്ങെത്തി. എന്തുകൊണ്ടും ഈ ലോകകപ്പ് കണ്ടില്ലെങ്കിൽ നഷ്ടമാകും കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, 2 പതിറ്റാണ്ടായി ലോക ഫുട്ബോളിനെ അടക്കി ഭരിക്കുന്ന ഇതിഹാസങ്ങളുടെ അവസാന ലോകകപ്പായിരിക്കും ഇത്. മെസ്സിയും ക്രിസ്ത്യാനോയും നെയ്മറും, ഈ വിഖ്യാത ഫുട്ബോൾ ത്രയങ്ങൾ ഇനിയൊരു ലോകകപ്പിൽ പന്ത് തട്ടിയേക്കില്ല. ലോകകപ്പിന് പന്തുരുളാൻ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ. 48 രാജ്യങ്ങളാണ് ലോകകപ്പിൽ പന്തു തട്ടുന്നതെങ്കിലും അവർ മാത്രമല്ല ലോകകപ്പിൻ്റെ ആവേശം. ഫുട്ബോളിനെ നെഞ്ചേറ്റുന്ന ഓരോരുത്തരും കാത്തിരിക്കുന്ന ഒന്നുണ്ട്. അത് ആ വിഖ്യാത താരങ്ങളുടെ മാസ്മരിക പ്രകടനം കാണാനാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ലോക ഫുട്ബോളിനെ ഭരിക്കുന്ന അവർ അവസാന ലോകകപ്പിനിറങ്ങുമ്പോൾ മൈതാനങ്ങളിൽ തീപ്പാറുമെന്നുറപ്പ്. ദേശത്തിനും ഭാഷയ്ക്കും വർണ്ണത്തിനും ജാതിക്കും മതത്തിനുമെല്ലാം അപ്പുറം ഒരു ജനതയിലേക്ക് ഫുട്ബോൾ ആവേശം കുത്തിനിറച്ച കാൽപന്തുകളിയുടെ രാജാക്കന്മാർ കച്ചമുറുക്കി ഒരുങ്ങിക്കഴിഞ്ഞു. മെസ്സിയും ക്രിസ്ത്യാനോയും നെയ്മറും. ഒരുപക്ഷെ ഈ ലോകകപ്പ് ഉറ്റുനോക്കുന്നതും ഈ മൂവർ സംഘത്തിൻ്റെ പ്രകടനം തന്നെയാകും. ലോക കിരീടം ആര് നേടിയാലും ഈ ഇതിഹാസങ്ങളുടെ അവസാന ലോകകപ്പ് എന്ന നിലയിൽ തന്നെയാകും 2026 ലോകകപ്പ് ചരിത്രത്തിൽ ഇടം പിടിക്കുക. ആധുനിക ഫുട്ബോളിന് ഇത്രയധികം ആരാധകരെ ആവാഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇവർക്കുള്ള പങ്ക് ചെറുതല്ല. കളി നടക്കുന്നത് അങ്ങ് അമേരിക്കയിലാണെങ്കിലും ഇങ്ങ് കൊച്ചു കേരളത്തിൽ പോലും ആർത്തലയ്ക്കാൻ ആയിരങ്ങളുണ്ട് ഈ താരങ്ങൾക്ക്. അവർ അവസാനമായി ഈ ലോകകപ്പിൽ ബൂട്ടുകെട്ടുമ്പോൾ എത്ര അന്തിപ്പാതിരയ്ക്കായാലും കളി കണ്ടിരിക്കും ആരാധകർ. അത്രമേൽ അവർ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഫുട്ബോളിൻ്റെ അമരത്ത്. കളി തുടങ്ങാൻ കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. അവർ സ്വയം ഇനി മെസ്സിയും റൊണാൾഡോയും നെയ്മറുമൊക്കെയായി മാറും. ഒന്നേ പറയാനുള്ളൂ, ഈ ലോകകപ്പ് കണ്ടില്ലെങ്കിൽ അതൊരു നഷ്ടമാകും. നാളെ നിങ്ങൾക്കും പറയാം അന്ന് താരങ്ങൾ നടത്തിയ മിന്നും പ്രകടനത്തെപ്പറ്റി വരും തലമുറയോട്. പോരിനിറങ്ങുന്നത് കരുത്തർ തന്നെയാകുമ്പോൾ പുതിയ ചരിത്ര പിറവിക്ക് കാത്തിരിക്കുകയാണ് ആരാധകർ.